രാവിലെ തന്നെ മാസ്കിലിട്ടിട്ട് എന്തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ തുമ്മൽ. തുമ്മി 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 പണി ഒരുങ്ങി. അപ്പം ഞാനിതാ ചിക്കൻ മേടിക്കണം. റേഷൻ പിടിയിൽ പോകണം. അങ്ങനെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ചിക്കൻ മേടിക്കണം. ചിക്കൻ കട തുറന്നിട്ടുണ്ടെങ്കിൽ നോമ്പായതുകൊണ്ട് തുറക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലത് കൊണ്ട് വെച്ചിട്ട് റേഷൻ പിടിയിലേക്ക് പോകണം. അങ്ങനെയാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് മാർജിൻ ഫ്രീയിലും പോകണം. അങ്ങനെ ഞാൻ നടന്നതാ മുകളിലെത്തി. ഒരു കുന്ന് കയറ്റെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റോഡെത്തും. കുറച്ച് നടന്നിട്ട് അങ്ങനെ റോഡിൽ നിന്ന് പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എല്ലാ ആൾക്കാരും വീഡിയോയിൽ എടുക്കുന്ന കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന്. എനിക്ക് വേറെ ആൾക്കാരെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ റോട്ടിൽ നിന്നെല്ലാം എടുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞാൻ എടുക്കലേ ഇല്ല. അങ്ങനെ ചിക്കൻ കടേൻ്റെ മുമ്പിലെത്തി ഞാൻ ചിക്കൻ ഓർഡർ ചെയ്ത് അവർ ചിക്കൻ അതാ കോഴീനെ അതാ ചിക്കൻ ആക്കുന്നു. അപ്പം ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ചുറ്റിലും കുറേ പട്ടികളുണ്ടായിന്. വീഡിയോ എടുത്തിട്ടില്ല, കാരണം പട്ടീനെ കാണുമ്പോൾ പേടി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിന്. എന്നിട്ട് ചിക്കൻ വാങ്ങിയിട്ട് വേഗം ഒരു ഓട്ടോറിക്ഷ കയറി. കാരണം ഈ പട്ടികൾ എന്നെ ആക്രമിച്ചാലോ, ചിക്കനല്ലേ കൈമിൽ, അവർക്ക് തിന്നാനല്ലേ വേണ്ടൂ, അവരെന്നെ ആക്രമിച്ചാലോ എന്നൊരു പേടി. അങ്ങനെ വേഗം ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ഈ ചിക്കൻ അവിടെ കൊടുത്തിട്ട് ഈ ഓട്ടോ തന്നെ ഞാൻ പുറത്തേക്ക് ഇങ്ങോട്ട് റേഷൻ പിടി വരെ വരാമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചേട്ടൻ അവിടം വരെ ഉള്ളൂ. ഇന്നാണെങ്കിൽ ഒറ്റ ഓട്ടോറിക്ഷയില്ല. എല്ലാ ഓട്ടോറിക്ഷയും ഓട്ടത്തിനും പോയിട്ടാണ് ഉള്ളതെന്ന് അറിഞ്ഞത്. ഇത് വഴിയിൽ നിന്ന് വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണ്. അങ്ങനെ ഇന്ന് ഫുൾ മോർണിംഗ് വാക്ക്. ഒരു 10:30 ആകുമ്പം തുടങ്ങിയ വാക്കാണ്. 11:45 വരെ വാക്ക് തന്നെ വാക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ വീട്ടിൽ ചിക്കനെല്ലാം വെച്ചിട്ട് ഇതാ റേഷൻ പിടിയിൽ വന്നു. അങ്ങനെ റേഷൻ വാങ്ങിയിട്ട് ഇത് കൊടുത്തിട്ട് ഞാൻ അടുത്തേക്ക് പോയി മാർജിൻ ഫ്രീയിലേക്ക് പോയി. ആടെയും നോക്കി ഓട്ടോറിക്ഷ ഒറ്റ ഓട്ടോറിക്ഷ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇന്ന് ഭയങ്കര അധ്വാനിക്കുന്ന ദിവസമായിരുന്നു. പോകുന്ന വഴിയിൽ നല്ല വലിയൊരു ഭംഗിയുള്ളൊരു പള്ളിയുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചു. അങ്ങനെ മാർജിൻ ഫ്രീയിലെത്തി. ഒരു 2-3 ചോക്ലേറ്റ്, ഡയറി മിൽക്കിൻ്റെ ഉള്ളിൽ വെള്ള കളറുള്ള ഒരു ചോക്ലേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചായി. അത് അദ്രിക്കും വാവക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് 2 അതെടുത്തു. പിന്നെ ഐസ്ക്രീം വേണമെന്ന് ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്കും ഐസ്ക്രീം എടുക്കാനൊക്കെ അമ്മക്കും ബട്ടർ സ്കോച്ചും വാനില ഐസ്ക്രീം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ലവിൻ്റെ ഹാർട്ടിൻ്റെ ഒരു ഐസ്ക്രീം, പിന്നെ ഐസ്ക്രീം സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞ് അതും എടുത്തു. അങ്ങനെ അതെല്ലാം എടുത്ത് ബില്ലെല്ലാം അടച്ച് പച്ചക്കറിയിലോട്ട് പോയി. പച്ചക്കറിയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ, തക്കാളി ഇങ്ങനെ രസം, നല്ല രസം കാണാൻ. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്ത് ഞാൻ. എന്നിട്ട് തക്കാളി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, മുന്തിരിങ്ങ, ഉണ്ടച്ചക്ക, പഴം ഇതെല്ലാം മേടിച്ചു. പാലും മേടിച്ചു. എന്നിട്ട് ഞാൻ നേരത്തെ അരി അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരി എടുക്കുമ്പോഴത്തേക്ക് അരി ഒരു സ്ഥലത്ത് കൊണ്ടു, അരീൻ്റെ പാക്കറ്റ്. അങ്ങനെ അരി കുറച്ച് പുറത്തേക്ക് പോയി, പാക്കറ്റ് പൊട്ടിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഈ കാരണം 3-4 കെട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് എടുത്തിട്ട് വന്ന് എൻ്റെ നടു ഓടിയും. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ ക്ഷീണിച്ച് മൊത്തം ക്ഷീണമായി. എന്നാലും ഓട്ടോറിക്ഷ കിട്ടിയല്ല, ഇല്ല ഭാഗ്യം തന്നെ. അങ്ങനെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോവുകയെന്ന്. ഓട്ടോറിക്ഷയിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ മാർജിൻ ഫ്രീന്ന് എത്തും. ദാഹിച്ച് പൊട്ടുന്നുണ്ടായിന് എനിക്ക്. ഒരു പാക്കറ്റ് നിറയെ ഫ്രൂട്ട്സ്, നിറയില്ല കുറച്ച്, പിന്നെ അരി, പിന്നെ സാധനം. അങ്ങനെ നമ്മൾ വീടെത്തി. സമാധാനം. ഇനി വേണം കുറച്ച് തണുത്ത വെള്ളം കുടിക്കാമെന്നാണ് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം അത്രയും ദാഹമുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി. എൻ്റെ അമ്മ, അയ്യോ, അപ്പോൾ അയ്യോ. സോപ്പിട്ട് കഴുകും, എന്നിട്ട് മുഖം കഴുകും. ഇത് രണ്ടുമാണ് വീട്ടിലെത്തിയപാട് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം. യു മസ്റ്റ് വാഷ് യുവർ ഹാൻഡ്സ്. ഞാൻ കയ്യും മുഖമെല്ലാം നല്ല വൃത്തിയിൽ കഴുകി എന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. പിള്ളേരാണെങ്കിൽ ഐസ്ക്രീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരത് തിന്നുന്നുണ്ട്. കഴിയുന്നില്ലോ. ഇത് ചോക്ലേറ്റാ മാറിപ്പോയി. അല്ല, ആടെ നിർത്തത്. എനിക്കിഷ്ടം ഇത്. ഐസ്ക്രീം തിന്നു കഴിഞ്ഞിട്ട് വേണം കയ്യൊറേനെ കൊണ്ടൊരു പരീക്ഷണം നടത്താമെന്ന് വാവ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വാവക്ക് വേണ്ടി ഞാൻ കയ്യൊറയെല്ലാം മേടിച്ചിന്. ഇതാണ് നമ്മളുടെ പരീക്ഷണം. വാവേൻ്റെ സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സയൻസിൻ്റെ എക്സ്പെരിമെൻ്റ് എല്ലാം. അതെല്ലാം ഓർമ്മിച്ച് വന്നിട്ട് വീട്ടിൽ നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് കയ്യൊറ വാങ്ങിക്കാൻ എന്നെ ഓർമ്മിപ്പിച്ച് വിട്ടിട്ടുണ്ടായി. 2 ആളും കൂടിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. മുക്കടാ ഹായ് ഹായ്. അമ്മ എക്സ്പെരിമെന്റ് കഴിഞ്ഞേ. അമ്മ എക്സ്പെരിമെന്റ് കാണിക്കുക. അത് മുക്കല്ല, അമ്മ വന്നിട്ട് മുക്കിയാൽ മതി. അങ്ങനെ അമ്മമ്മ വരുന്നുണ്ട്. ഇതാ ടീച്ചർക്ക് മനസ്സിലാവുന്ന സ്കൂളിൽ. അതിനാ കയ്യോറ് പേപ്പർ ബാഗ് ആകുന്നുണ്ടാ.
തലവേദന തോർത്ത് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. അമ്മേന്റെ പണിയാ അത് തുടർന്ന്. അയ്യോ ബുക്സിനാവല്ല, ഇത് എഴുതുന്നതാ, കമ്പ്യൂട്ടർ ബുക്കാണ്. നല്ല കളിക്കാൻ കൊടുത്ത പോലെ ആയല്ലോ ദീപം. ബാലരമ വായിക്ക്. ആ വെള്ളത്തിലിട്ട് നോക്കിയാ എന്നാ പറന്നു പോവാ. കാണിച്ചാണോ? നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചാണ്. ഇങ്ങനെ കാണൂല. കാണിച്ച ലവ് കാണിച്ചിട്ട് രണ്ടാമത് ലവ് കാണിച്ച എന്തിന്നാ രസമുണ്ടാ? രസമുണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ബാക്കി ഐസ്ക്രീം എല്ലാം തിന്നു. അപ്പം അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം.